എല്ലാവർക്കും നമസ്കാരം. പഴനിമലയും 18 സിദ്ധരുടെയും സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ പാമ്പാട്ടി സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത്. തമിഴ് സിദ്ധ പരമ്പരയിലെ 18 സിദ്ധന്മാരിൽ ഒരാളായ പാമ്പാട്ടി സിദ്ധർ ആത്മജ്ഞാനത്തിൻ്റെയും അന്തർബോധത്തിൻ്റെയും ശക്തമായ ശബ്ദമായിരുന്നു. പാമ്പാട്ടി എന്ന പേര് കേൾക്കുമ്പോൾ പുറമേക്ക് പാമ്പിനെ വശീകരിക്കുന്ന ഒരാളെപ്പോലെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം മനുഷ്യൻ്റെ ഉള്ളിലെ പാമ്പായ അഹങ്കാരം, കാമം, ഭയം, അജ്ഞാനം എന്നിവയെ നിയന്ത്രിച്ച മഹായോഗിയായിരുന്നു. പാമ്പാട്ടി സിദ്ധർ തൻ്റെ ചിന്തകളും അനുഭവങ്ങളും സരളവും മൂർച്ചയുള്ളതുമായ തമിഴ് പാട്ടുകളിലൂടെ സമൂഹത്തോട് പങ്കുവച്ചു. അന്ധവിശ്വാസത്തെയും പുറം കാഴ്ചകളെ മാത്രമനുസരിച്ചുള്ള ഭക്തിയെയും അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. സിദ്ധദർശനത്തിൽ പാമ്പ് എന്നത് പല അർത്ഥങ്ങൾ വഹിക്കുന്നു. അത് കുണ്ടലിനി ശക്തിയുടെയും മരണത്തിൻ്റെയും സമയത്തിൻ്റെയും മനസ്സിൻ്റെ അസ്ഥിരതയുടെയും പ്രതീകമാണ്. മനുഷ്യൻ്റെ മൂലാധാരത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ദൈവിക ശക്തിയെ ഉണർത്തുന്നതാണ് യഥാർത്ഥ സിദ്ധയോഗം എന്ന് പാമ്പാട്ടി സിദ്ധർ വിശ്വസിച്ചു. അദ്ദേഹം പറയുന്നത് പുറമെ പാമ്പിനെ പിടിക്കുന്നതല്ല, ഉള്ളിലെ പാമ്പിനെ കീഴടക്കുന്നതാണ് മോക്ഷത്തിലേക്കുള്ള വഴി എന്നതാണ്. പാമ്പാട്ടി സിദ്ധർ ഏറ്റവും ശക്തമായി വിമർശിച്ചത് പുറം ആചാരങ്ങൾ മാത്രമായി തീർന്ന മതാചരണങ്ങളെയാണ്. ശരീരത്തിൽ വിഭൂതി തേച്ചാലോ ക്ഷേത്രം ചുറ്റിയാലോ യഥാർത്ഥ പരിവർത്തനം മനസ്സിൽ സംഭവിച്ചില്ലെങ്കിൽ അതിന് ആത്മീയ മൂല്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലെ അശുദ്ധികളായ അസൂയ, അഹങ്കാരം, ആലസ്യം എന്നിവ നീങ്ങിയാലേ ദൈവസാന്നിധ്യം അനുഭവിക്കാനാകൂ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പാമ്പാട്ടി സിദ്ധരുടെ ദർശനത്തിൽ മനസ്സാണ് മനുഷ്യനെ ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്നതും. നിയന്ത്രണമില്ലാത്ത മനസ്സ് പാമ്പ് പോലെ വിഷമയമാണെന്നും ശ്വാസനിയന്ത്രണത്തിലൂടെയും ധ്യാനത്തിലൂടെയും അതിനെ ശാന്തമാക്കാമെന്നും അദ്ദേഹം ഉപദേശിച്ചു. പ്രാണായാമവും ആത്മപരിശോധനയും ചേർന്നപ്പോൾ മനസ്സ് നിശ്ചലമാവുന്നു. ആ നിശ്ചലതയിലാണ് ശിവതത്വത്തിൻ്റെ അനുഭവം. പാമ്പാട്ടി സിദ്ധരുടെ പാട്ടുകളിൽ ശരീരനാശത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ശക്തമാണ്. യുവാവസ്ഥയും സൗന്ദര്യവും അഭിമാനവും എല്ലാം താൽക്കാലികമാണ്. മരണം എന്ന പാമ്പ് ഒരിക്കൽ കടിച്ചേക്കും. അതിനു മുമ്പ് ജ്ഞാനം നേടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. ഇത് ഭയപ്പെടുത്തലല്ല, മറിച്ച് ഉണർവിലേക്കുള്ള വിളിയായിരുന്നു. പാമ്പാട്ടി സിദ്ധർ ശിവഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭഗവാനോടുള്ള ഭക്തി രൂപാരാധനയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ശരീരമാണ് ക്ഷേത്രം എന്നും മനസ്സാണ് ശിവലിംഗം എന്നും ശുദ്ധമായ ബോധമാണ് ശിവഭഗവാൻ എന്ന നിലയിലാണ് അദ്ദേഹം ദൈവത്തെ കണ്ടത്. പാമ്പാട്ടി സിദ്ധർ നമ്മോട് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്. ആധുനിക മനുഷ്യൻ പുറം വിശ്വാസങ്ങളിലും കാഴ്ചകളിലും കൊടുങ്ങുമ്പോൾ ഉള്ളിലേക്ക് തിരിയാൻ അദ്ദേഹം നമ്മെ വിളിക്കുന്നു. സത്യസന്ധമായ ആത്മപരിശോധനയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് യഥാർത്ഥ ആത്മീയത. പാമ്പാട്ടി സിദ്ധർ പഠിപ്പിച്ചത് ഒരു ലളിത സത്യം മാത്രമാണ്. മരണം വരുന്നതിന് മുമ്പ് ഉണരുക, പുറം ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് ഉള്ളിലെ പാമ്പിനെ കീഴടക്കുക. അതാണ് സിദ്ധമാർഗം, അതാണ് മോക്ഷം. ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.